ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാള സിനിമയിൽ ഉയർന്ന വിവാദങ്ങളിലും താരസംഘടനയായ അമ്മയിലെ കൂട്ടരാജിയിലും വൈകാരികമായി പ്രതികരിച്ച് മോഹൻലാൽ. കേരള ക്രിക്കറ്റ് ലോഞ്ചിങ് നിർവഹിച്ച ശേഷം സംസാരിക്കവെയാണ് മോഹൻലാൽ വിവാദങ്ങളെക്കുറിച്ച് പ്രതികരിച്ചത്. അനാവശ്യ വിവാദങ്ങൾ ഉയർത്തുന്നതിന് പകരം മലയാള സിനിമയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് വേണ്ടതെന്ന് പറയുന്നതായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണത്തിന്റെ ആകത്തുക. കൂടാതെ തന്റേത് ഒളിച്ചോട്ടമായിരുന്നില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു അദ്ദേഹം. വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ പ്രതികരിക്കാനാവില്ലെന്ന മുൻകൂർ ജാമ്യവും എടുത്തിരുന്നു മോഹൻലാൽ. 1978 തിരുവനന്തപുരത്ത് തന്റെ വീടിന് മുന്നിൽ വെച്ചാണ് ആദ്യമായി അഭിനയിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരം തുടങ്ങിയത്. തിരുവനന്തപുരത്ത് വെച്ച് തന്നെ താൻ ഉൾപ്പെടുന്ന ഇൻഡസ്ട്രിയുടെ ദൗർഭാഗ്യകരമായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇടവന്നതിൽ വല്ലാത്ത വിഷമമുണ്ടെന്നും അദ്ദേഹം ആമുഖമായി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം താരസംഘടനയിൽ വൻ വിവാദമാണ് ഉയർന്നത്. പുതിയ ജനറൽ സെക്രട്ടറി സിദ്ദിഖ്, ജോയിന്റ് സെക്രട്ടറി ബാബുരാജ്, MLA കൂടിയായ മുകേഷ്, ജയസൂര്യ, മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു എന്നിവർക്കെതിരെ ലൈംഗിക പീഡന പരാതികൾ ഉയർന്നു. തുടർന്ന് സിദ്ദിഖ് രാജിവെക്കുകയും കേസന്വേഷണത്തെ നേരിടുകയുമായിരുന്നു. പിന്നാലെ ഈ വിഷയങ്ങളിൽ മോഹൻലാലും മമ്മൂട്ടിയും പ്രതികരിക്കണമെന്നും നിരന്തര ആവശ്യമുയർന്നു. പിന്നാലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രസിഡന്റായ മോഹൻലാൽ ഉൾപ്പെടെ 13 പേർ 17-അംഗ ഭരണസമിതിയിൽ നിന്ന് രാജിവെക്കുകയും സമിതി പിരിച്ചുവിടുകയും ചെയ്തു. ഈ സാഹചര്യം നിലനിൽക്കെ ഇതാദ്യമായാണ് മോഹൻലാൽ പൊതുവേദിയിൽ പ്രതികരണവുമായി എത്തിയത്. ഇത്തരം വാർത്താ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനോ ആധികാരികമായി സംസാരിക്കാനോ അറിയില്ല. താൻ കഴിഞ്ഞ 47 വർഷമായി നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നയാളാണെന്നും ഒരിടത്തേക്കും ഒളിച്ചോടിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭാര്യ സുചിത്രയുടെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ഇരിക്കേണ്ടി വന്നു. കൂടാതെ താൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ അവസാനഘട്ട ജോലികൾ നടക്കുകയാണ്. വിദേശത്തു നിന്നുള്ള സാങ്കേതിക വിദഗ്ധരെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ വെച്ചാണ് അതിന്റെ ജോലികൾ ചെയ്യുന്നത്. കരാർ പൂർത്തിയായി അവർക്ക് തിരിച്ചു പോവേണ്ടതാണ്. അതുകൊണ്ടാണ് അതെല്ലാം പെട്ടെന്ന് ഉപേക്ഷിച്ച് തിരിച്ചു വരാൻ കഴിയാതിരുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു. ഇതിലും വലിയ വിഷയങ്ങൾ നടന്നിട്ട് തിരിച്ച് സിനിമയിൽ വന്നവരുണ്ടെന്ന് മോഹൻലാൽ ചൂണ്ടിക്കാട്ടി. പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ല. ഒരു ദിവസം കൊണ്ട് എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് അന്യരായി പോകുന്നതെന്ന ചോദ്യവും മോഹൻലാൽ ഉയർത്തി. മറ്റേതൊരു മേഖലയിലും സംഭവിക്കുന്നത് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമയിലും നടക്കും. എന്തിനും ഏതിനും അമ്മ എന്ന സംഘടനയെ കുറ്റം പറയുന്നതായാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയം മലയാള സിനിമ മുഴുവനായും മറുപടി നൽകേണ്ട വിഷയമാണ്. പക്ഷേ അമ്മ എന്ന സംഘടനയുടെ കമ്മിറ്റിയും തന്നെയും വ്യക്തിപരമായി ആക്രമിക്കപ്പെടുന്നുവെന്ന തോന്നലുണ്ടായി. കുറ്റം ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് പറയാനുള്ളത് ഇതാണ്. പക്ഷേ ദയവ് ചെയ്ത് മലയാള സിനിമയെ തകർക്കാൻ ശ്രമിക്കരുത്. 10,000-കണക്കിന് പേർ ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയാണിത്. തന്റെ കരിയർ തുടങ്ങുന്നത് മദ്രാസിൽ വെച്ചാണ്. അന്നൊന്നും യാതൊരു സൗകര്യങ്ങളുമില്ല. അവിടെ നിന്നും വളരെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഇൻഡസ്ട്രിയാണ്. ദയവ് ചെയ്ത് മുഴുവൻ ഫോക്കസും തങ്ങളിലേക്ക് മാത്രമാക്കി ഇൻഡസ്ട്രിയെ തകർക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു മോഹൻലാൽ. ഇത് തോൽവിയോ ഒളിച്ചോട്ടമോ അല്ലെന്നും ഒരു സംഘടന മാത്രം ക്രൂശിക്കപ്പെടുന്നത് ശരിയല്ലെന്നും മോഹൻലാൽ വ്യക്തമാക്കി. മോഹൻലാൽ എവിടെയായിരുന്നുവെന്നും ഒളിച്ചോടിപ്പോയോ എന്നുമാണ് ചോദിക്കുന്നത്. ഞാൻ ഒരിടത്തേക്കും ഒളിച്ചോടിപ്പോയിട്ടില്ല. ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു. കഴിഞ്ഞ 47 വർഷമായി നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നയാളാണ് ഞാൻ. സിനിമ സമൂഹത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. മറ്റെല്ലായിടത്തും സംഭവിക്കുന്നത് സിനിമയിലും സംഭവിക്കും. ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല. എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതാർഹമാണ്. ഞാൻ 2 വട്ടം ആ കമ്മിറ്റിയുടെ മുൻപിൽ പോയിരുന്ന് സംസാരിച്ചയാളാണ്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു. എന്റെ സിനിമയെപ്പറ്റി ഞാൻ പറഞ്ഞു. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അമ്മ എന്ന അസോസിയേഷന് ഒരു ട്രേഡ് യൂണിയന്റെ സ്വഭാവമല്ല. അതൊരു കുടുംബം പോലെയാണ്. 500 പേരുള്ള ഒരു കുടുംബം. അവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നു. 2 വട്ടമായി ഞാനാണ് പ്രസിഡന്റ്. ഞാൻ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള വൈമുഖ്യം കാണിച്ചിരുന്നു. പ്രവർത്തനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാണ് അതിൽ നിന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് ഞങ്ങളെല്ലാവരും മാറിയെന്ന് ചോദിച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ്. ഒരു കാര്യം മാത്രമല്ല ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണതെന്ന് എന്നെക്കാളും നിങ്ങൾക്കറിയാം. ഹേമ കമ്മിറ്റി വിഷയത്തിൽ ഒരു സംഘടന മാത്രം ക്രൂശിക്കപ്പെടുന്നത് ശരിയല്ല. ഒരുപാട് സംഘടനകളുള്ള ഇൻഡസ്ട്രിയാണിത്. എല്ലാവരും ഇക്കാര്യത്തിൽ സംസാരിക്കണം. കുറ്റം ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്നാണ് എന്റെ അഭിപ്രായം. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഇൻഡസ്ട്രി തകർന്നു പോകുന്ന കാര്യമാണിത്. 10,000-കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നു. വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഇൻഡസ്ട്രിയാണിത്. ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്ന, ഇപ്പോഴുള്ള ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഇൻഡസ്ട്രിയാണിത്. സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത്. WCC, അമ്മ എന്നതൊക്കെ വിടൂ. ഇപ്പോൾ മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കൂ. ഞാൻ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. റിപ്പോർട്ട് വരട്ടെ, കാത്തിരിക്കൂ, മോഹൻലാൽ പറഞ്ഞു.